വയറ്റിൽ, ഒന്ന് നാവിൽ തൊട്ട് കഴിക്കാം. ഈ 2 മാസങ്ങളിൽ സമ്പൂർണമായ സസ്യാഹാരത്തോടു കൂടി ജീവിച്ചാൽ വളരെ ശക്തമായ രീതിയിൽ നിങ്ങളുടെ ബുദ്ധിശക്തിക്ക് മാറ്റം വരും. കാരണം ഇതൊരു ഔഷധ സേവ കൂടിയാണ്. ഈ 2 മാസത്തിൽ നമ്മൾ എല്ലാ വിധത്തിലുള്ള നമ്മുടെ കഴിവില്ലായ്മ, നമ്മുടെ ശക്തിയില്ലായ്മ, നമ്മുടെ ബുദ്ധിയില്ലായ്മ, നമ്മളുടെ ആസുരികമായ ഗുണങ്ങള്, നമുക്ക് മറ്റുള്ളവരോട് കാണിക്കുന്ന തീക്ഷ്ണമായ പ്രതികാരങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഒരു 2 മാസത്തേക്ക് നിർത്തിവെക്കണം. അതാണ് ശരത്കാലത്തെ ആദ്യത്തെ 10 ദിവസം ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും ആ 10 ദിവസം കൊണ്ടുണ്ടാകുന്ന സാരസ്വത യജ്ഞത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന സാരസ്വത ഘൃതം കാശ്യപ വേദ പാഠശാല തയ്യാറാക്കിയതല്ല. അത് തൈക്കാട്ട് മൂസത്ത് തയ്യാറാക്കിയതാണ്. തൈക്കാട്ട് മൂസത്ത് തയ്യാറാക്കിയ ഈ പറയുന്ന സാരസ്വത ഘൃതമാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ഞങ്ങളതായിട്ട് ഒന്നും അതിനകത്തില്ല. കാരണം വെച്ചാൽ അതൊരു വൈദ്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആയുർവേദം വേദത്തിന്റെ ഭാഗമാണ്. ഔഷധ സേവ വേദത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ സരസ്വതി സുക്തം എന്ന് പറയുന്ന സുക്തം വേദത്തിലുണ്ട്. ആ സുക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാരസ്വത ഘൃതം തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ. അതുകൊണ്ട് ആ സുക്തം അനുസരിച്ചുള്ള മന്ത്രസാധനയും നടപ്പിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയ ഒരു യജ്ഞമാണിത്. രണ്ടാമതായിട്ട് ഇതിന് നിങ്ങൾ ഒരു പൈസയും തരേണ്ടതില്ല. ഇത് തികച്ചും സൗജന്യമാണ്. കാരണം വെച്ചാൽ ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നിങ്ങളെല്ലാവരും അടുത്ത കൊല്ലമാവുമ്പോഴേക്കും നിങ്ങളുടെ പ്രചരണം കൊണ്ട് നിങ്ങൾക്ക് തന്നെ എല്ലാ പ്രദേശങ്ങളിലും സാരസ്വത യജ്ഞം ചെയ്യാൻ സാധിക്കണം. ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ നടന്ന 3 സാരസ്വത യജ്ഞങ്ങളിൽ പങ്കെടുത്തവരുടെ എണ്ണം ഏതാണ്ട് 1000-ഓളം. അപ്പോൾ അത്രത്തോളം ആളുകളുടെ ഇടയിൽ സാരസ്വത യജ്ഞം പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും